ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയറൊക്കെ മുളപ്പിച്ച് നല്ല രുചിയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ചെറുപയറാണ്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു ചെറുപയറൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് മുളപ്പിച്ച് എടുക്കാനായിട്ടുള്ളതാണ്. അതിനായിട്ട് ഒരു അരിപ്പയുടെ മുകളിലേക്ക് വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുത്ത ശേഷം നമ്മളിപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന ചെറുപയറില്ലേ, ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇനിയൊരു 2 ദിവസം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഡ്രൈ ആയി പോവാണെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമൊന്ന് തളിച്ച് കൊടുക്കാനും മറന്നു പോവല്ലേ. 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ചെറുപയറൊക്കെ നന്നായി തന്നെ മുളച്ച് വന്നിട്ടുണ്ടാവും. ഇതുപോലെ ഈ ഒരു രീതിയിൽ മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ കുപ്പിയിലിട്ട് കൊടുത്തിട്ടും നമുക്ക് ഈ ഒരു ചെറുപയറൊക്കെ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള ഒരു പിടി ചെറുപയർ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടപ്പൊക്കെ വെച്ചിട്ട് മൂടി വയ്ക്കൊന്നും വേണ്ട. ഈ ഒരു കുപ്പി ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു ദിവസമൊക്കെ കഴിയണ സമയത്ത് ഈ ഒരു കുപ്പി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലൊന്ന് കുലുക്കി കൊടുക്കാം. ഇനി ഈ കുപ്പി പഴയ പോലെ തന്നെ ഇവിടെ വെക്കാം. ഇനി ഒരു ചെറുപയറില്ലേ, ഇത് നല്ലോണം ഡ്രൈ ആയി പോവാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു ചെറുപയറൊക്കെ നല്ലോണം മുളച്ച് ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി കുപ്പിയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുപയറൊക്കെ എടുക്കാം. ഞാൻ ഇതുവരെ ചെറുപയറൊക്കെ കുപ്പിയിലൊന്നും ഇങ്ങനെ മുളപ്പിച്ച് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കുപ്പിയിലും ചെറുപയറൊക്കെ മുളപ്പിച്ചെടുക്കാമെന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഈ ഒരു മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ട് നമുക്ക് സാലഡ്സോ അല്ലെങ്കിൽ തോരനോ ഒക്കെ തയ്യാറാക്കാം. നമ്മൾ സാധാരണ കഴിക്കണ ചെറുപയറില്ലേ, അതിനെ കഴിഞ്ഞൊക്കെ പ്രോട്ടീനും ഫൈബറും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും കേട്ടോ ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ. ഞാൻ ഈ ഒരു മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കണത് സാലഡാണ്. ഇതിൽ നിന്നും ഇപ്പോൾ 1 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ചെറുപയറില്ലേ, ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. ഒരാഴ്ച വരെ കേടുവരാതിരിക്കും. ഇനി ചെറുപയറൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ ചെറുപയറൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ ആവി കയറ്റിയിട്ടെടുക്കുന്നത് 1/2 കപ്പ് കപ്പലണ്ടിയാണ്. ഇനി ഇതും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റിയിട്ടെടുക്കാം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരവും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ഈ ഒരു കപ്പലണ്ടിയിൽ അടങ്ങിയിരിക്കണ കൊണ്ട് തന്നെ മിതമായിട്ടുള്ള അളവിൽ കപ്പലണ്ടിയൊക്കെ പതിവായിട്ട് കഴിക്കണതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. ഈ കപ്പലണ്ടിയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലേക്ക് ഇതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 കപ്പ് സവാളയും 1/2 കപ്പ് കുക്കുംബറും 1/4 കപ്പ് തക്കാളിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കുറച്ച് മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഈ ഒരു സാലഡ്. ചെറുപയറൊക്കെ മുളപ്പിച്ച് ഈ രീതിയിൽ സാലഡൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്